ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളക് 6 എണ്ണം, പിന്നെ കാശ്മീരി ചില്ലി ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കളറുണ്ടാവും, എരിവ് കുറവായിരിക്കും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കറുത്ത കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ. അപ്പം നമ്മൾ എരിവിൻ്റെ അളവ് നമുക്ക് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പുളി, ഒരു ചെറിയ കഷ്ണം പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കോൽപ്പുളിയില്ലേ, ഒരു ചെറിയ കഷ്ണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും ഒരു ഹാഫ് ലെമണും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഈ മുളകൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ഇനി കുറച്ചും കൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതിയാവും. അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പം നമ്മൾക്ക് എരിവ് നമുക്കെന്ന് വെച്ചാൽ പെപ്പറും നമ്മൾ ചേർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എരിവ് കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ. മുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ മുളകും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് ആകുമ്പോൾ നമുക്ക് എരിവ് കുറവായിരിക്കും, നല്ല കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ വേണ്ടത് കാഷ്നട്ട്, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഒരു 10-12 കാഷ്നട്ടാണ് കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് അതിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. പിന്നെ പുളി ചേർത്ത് കൊടുക്കാം. ശർക്കര നമുക്ക് പിന്നീട് ആഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ്, പിന്നെ തൈരും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായി പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് അരഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഈ അരച്ച് പേസ്റ്റാക്കി കിട്ടാനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ചിക്കൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാല തേച്ച് കൊടുക്കാം. നന്നായി തേച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് വെക്കാം കേട്ടോ. സോക്കെ ഒരു മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കുക. കൂടുതൽ സമയം ഇരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെക്കുന്നത് നല്ലതാണ്. 2 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കാം. പിന്നെ നമ്മളിത് നെയ്യിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് കുറച്ച് അധികം, ഞാനൊരു വലിയൊരു സ്പൂണ് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലിട്ടിട്ടാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഗീ റോസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗീയിൽ കിടന്നിട്ടാണ് ഇത് വെന്ത് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ മസാല തേച്ചത് ഇട്ട് കൊടുക്കാം. ആ മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കട്ടെ. ഫുൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം, ഇളക്കിയിട്ട്. അപ്പോൾ ഇപ്പം നന്നായി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി തിളച്ച് വരുമ്പോൾ ഈ തീയൊന്ന് നന്നായി കുറച്ചിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. വെള്ളമൊന്നും നമ്മൾ വേറെ ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ ഗീയിൽ കിടന്നിട്ട് വേണം വേവാനായിട്ട്. അതുകൊണ്ട് തന്നെ തീ നന്നായി ഒന്ന് കുറച്ച് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പിന്നെയും മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പെട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ശർക്കരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട്, ഇപ്പോൾ ഈ ഒരു വേവായി കഴിഞ്ഞാൽ നമുക്കൊരു 3/4 വേവായി കഴിഞ്ഞാൽ അതിൽ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല സ്പൈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയൊരു മധുരം അങ്ങനെ അധികം ഉണ്ടാവില്ല, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് ഇത് ഉണ്ടാക്കി വരുമ്പം. കഴിക്കാൻ ചപ്പാത്തിക്കും റൈസിനും ഗീ റൈസിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ തീർച്ചയായും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.